കൊലക്കേസുകളും ക്രിമിനൽ കേസുകളും തേച്ചുമാച്ച് കളഞ്ഞിട്ടുണ്ട് എന്ന CPIM ആരോപണത്തിന് മറുപടിയുമായി മുൻ DGP ടോമിൻ ജെ തച്ചങ്കരി. LDF സർക്കാർ അധികാരത്തിലുള്ളപ്പോഴും താൻ പോലീസിലുണ്ടായിരുന്നു. കേസുകൾ അട്ടിമറിച്ചെന്ന് റിട്ടയർ ചെയ്ത് 2 വർഷത്തിന് ശേഷമാണ് ഉന്നയിക്കുന്നതെന്നും ടോമിൻ ജെ തച്ചങ്കരി ചോദിച്ചു. അനധികൃത നിർമ്മാണം നടത്തിയെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ടോമിൻ ജെ തച്ചങ്കരി 24-നോട് പറഞ്ഞു. അതായത് ഇത് റോഡ് കോർപ്പറേഷൻ ഏറ്റെടുത്താണൊക്കെ സ്വകാര്യ റോഡാണ്. സ്വകാര്യ റോഡ് ആൾക്കാർക്ക് നടക്കാനായിട്ട് വർഷങ്ങളായി തുറന്നു കൊടുത്തിട്ടുള്ളതാണ്. അത് കോർപ്പറേഷൻ അറിയണമെങ്കിൽ കോർപ്പറേഷൻ ഏറ്റെടുക്കണം. മനസ്സിലായില്ലേ? അതാണ് അതിനകത്തെ പോയിന്റ്. റോഡായിട്ട് തന്നെ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാനത് തടഞ്ഞിട്ടില്ല. അത് റോഡ് കോർപ്പറേഷൻ ഏറ്റെടുത്തോട്ടെ, വില തന്നെ ഏറ്റെടുത്തോട്ടെ. കോർപ്പറേഷൻ ഏറ്റെടുക്കാത്ത പിന്നെ എങ്ങനെ നാട്ടുകാർ കൈകാര്യം ചെയ്യണം? എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ ചുമ്മാ പറയാമല്ലോ. റിട്ടയർ ഇപ്പോഴാണ് അവർ കണ്ടുപിടിക്കുന്നത്. റിട്ടയർ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതൊക്കെ ചുമ്മാ ആവശ്യമില്ലാതെ അന്നേരം അവരുടെ ഗവൺമെന്റല്ലേ എന്നെ പോസ്റ്റ് ചെയ്തില്ല. അപ്പൊ അത് CPIന്റെ മുഖ്യമന്ത്രിയോടല്ലേ പറയട്ടെ, എന്നോടല്ലോ. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, റയാൻ സ്റ്റുഡിയോയിലേക്ക് ഇന്ന് രാവിലെ CPIMന്റെ പ്രതിഷേധ മാർച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. CPIM പ്രാദേശിക നേതൃത്വം ചില ആരോപണങ്ങൾ ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ ഉന്നയിക്കുന്നതുമൊക്കെ കണ്ടു. തച്ചങ്കരിയുടെ മറുപടി എങ്ങനെയാണ് വിഷ്ണു? ഇന്ന് രാവിലെയാണ് റയാൻ സ്റ്റുഡിയോക്കെതിരെ CPIMന്റെ വലിയ പ്രതിഷേധമുണ്ടായത്. CPIM പാലാരിവട്ടം ലോക്കൽ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതിൽ പ്രധാനമായി അവർ ഉന്നയിച്ച ആക്ഷേപം അനധികൃത കയ്യേറ്റം, റോഡിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കുന്നു, കോർപ്പറേഷൻ റോഡ് കയ്യേറി തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിനെല്ലാമാണ്. ഒപ്പം ഈ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് CPIMന്റെ സംസ്ഥാന സമിതി അംഗം CM ദിനേശ് മണിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് ഈ ടോമി ജെ തച്ചങ്കരി എന്നയാൾ അധികാരത്തിൽ അല്ലെങ്കിൽ പോലീസിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ കൊലക്കേസടക്കം തേച്ചുമായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. നേതാക്കളെ മണിയടിച്ചാണ് അദ്ദേഹം സ്ഥാനമാനങ്ങളൊക്കെ നേടിയെന്ന് ഗുരുതര ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിനാണ് ഇപ്പോൾ ടോമിൻ ജെ തച്ചങ്കരി മറുപടി നൽകിയിരിക്കുന്നത്. ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. താൻ LDF സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിലും പോലീസിൽ ഉണ്ടായിരുന്നു. 2 വർഷമായി റിട്ടയർ ചെയ്തിട്ട് അപ്പോഴൊന്നും ഉന്നയിക്കാത്ത ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നതിന്റെ പശ്ചാത്തലം എന്തെന്ന് മനസ്സിലാകുന്നില്ല. ഈ റയാൻ സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്കൊന്നും ഒരു വസ്തുതാപരമായ അടിസ്ഥാനവുമില്ല. ആ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചത് വർഷങ്ങൾക്ക് മുൻപാണ്. നിലവിൽ ആരോപണം ഉന്നയിക്കുന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അവിടെ ആ റോഡ് കയ്യേറി എന്ന് പറയുന്നത് അത് തന്റെ ഭൂമിയിലുള്ള റോഡാണ്. കോർപ്പറേഷന് വേണമെങ്കിൽ അത് പരിശോധിക്കാം. കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്. അവർക്ക് നേരിട്ട് പരിശോധന നടത്തിയാൽ കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് CPIM എന്തിന് പോകുന്നു എന്നൊരു ചോദ്യമാണ് നിലവിൽ ടോമിൻ ജെ തച്ചങ്കരി ചോദിക്കുന്നത്. TK. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.